ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി. ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി വിഭാഗത്തിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്നത് ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതികശാസ്ത്രം, രസതന്ത്രം, കല, കായികം, സാഹിത്യം, സംസ്കാരം, ആനുകാലിക വിഷയങ്ങൾ, ലഘുഗണിതവും, മാനസിക ശേഷി നിരീക്ഷണ പഠന പരിശോധനയും, ജനറൽ ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷകൾ. പിന്നെ വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്, അതായത് തസ്തികകളുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ ഓരോ ടോപ്പിക്കിൻ്റെയും എത്ര മാർക്ക് വീതമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്ന ഭാഗങ്ങളിൽ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട ടോപ്പിക്സുകളും ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്, എത്ര മാർക്കാണ് എന്നുള്ളതും. അപ്പോൾ ചരിത്രത്തിൽ കേരളം, ഇന്ത്യ, ലോകം ഇത്രയും ഭാഗത്തുനിന്ന് വരുന്ന ടോപ്പിക്സും വിശദമായി കൊടുത്തിട്ടുണ്ട്. അതിൽ ഭൂമിശാസ്ത്രത്തിൽ വരുന്നത് ഇന്ത്യ, കേരളം, പിന്നെ മറ്റ് ഭൂമിശാസ്ത്രത്തിൻ്റെ ടോപ്പിക്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ധനതത്വശാസ്ത്രത്തിൽ മെയിനായിട്ട് ഇന്ത്യ, സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം ഇത്രയും വരുന്നുണ്ട്. അത് 5 മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വരുന്നത് ഇന്ത്യൻ ഭരണഘടന, പിന്നെ കേരളം എന്ന വിഷയത്തിൽ ഭരണവും ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതികശാസ്ത്രം ഇത്രയും വിഷയങ്ങളിൽ വരുന്ന ടോപ്പിക്കുകളും മാർക്കും കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഭൗതികശാസ്ത്രം കഴിഞ്ഞാൽ പിന്നെ രസതന്ത്രവും 3 മാർക്കിന് അതിന് വരുന്ന ടോപ്പിക്കും കൊടുത്തിട്ടുണ്ട്. അടുത്തത് പിന്നെ കലാ, കായികം, സാഹിത്യം, സംസ്കാരം 4 മാർക്കിന് വരുന്ന ടോപ്പിക്കുകളാണ്. അതിൽ ഓരോന്നിലും വരുന്ന ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ആനുകാലിക വിഷയങ്ങളാണ്. അത് 10 മാർക്കിന് വരുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ഈ ഭാഗങ്ങളിൽ ഓരോന്നിലും വരുന്ന ടോപ്പിക്കുകളും കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷ് ഗ്രാമർ, വൊക്കാബുലറി ഇതിൽ വരുന്ന ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. 2ഉം 5 മാർക്ക് വീതമാണ്. പിന്നെ പ്രാദേശിക ഭാഷയിൽ മലയാളം 10 മാർക്കിന്, മറ്റു പ്രാദേശിക ഭാഷകളുള്ളവർക്ക് അത് 10 മാർക്കിന് വരും. പിന്നെ നമ്മുടെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂവുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കായ ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് പറഞ്ഞൊരു വിഷയത്തിൽ നിന്ന് വരുന്ന ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഫയർ 9 മാർക്കിനും ഫസ്റ്റ് എയ്ഡ് എന്ന വിഷയം 9 മാർക്ക്, അങ്ങനെ അതിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നൊരു ടോപ്പിക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക് ദ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് എന്നാണ്. അത് 2 മാർക്കിന് വരുന്നതാണ്. അതിൻ്റെ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു ഡീറ്റെയിൽ സിലബസ് ഫയർ ആൻഡ് റെസ്ക്യൂ പൊസിഷനിൽ ട്രെയിനിയിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും സിലബസും അതിൻ്റെ മാർക്കും കൺസിഡർ ചെയ്ത് പഠിക്കുക.